ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അനുതാപ് എന്ന ലഘുകഥ അല്ലേ? അനുതാപ് എന്ന ലഘുകഥ. ഈ ലഘുകഥ എഴുതിയത് ആരായിരുന്നു മക്കളെ? സുകേഷ് സാഹ്നി ആയിരുന്നു അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സുകേഷ് സാഹ്നി എഴുതിയിട്ടുള്ള അനുതാപ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ. മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിനും അതുപോലെ മോഡൽ എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങൾ, അതായത് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. PYQs മാത്രമല്ല, റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും റെക്കോർഡഡ് വീഡിയോസും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെഷൻസും PDF നോട്ട്സും എല്ലാം നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ പൗസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ആനുവൽ എക്സാം മാർച്ച് 2024 കഴിഞ്ഞ വർഷം മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പരിചയപ്പെടാം. അസ്ലം കിസ് കഹാനി കാ പാത്ര ഹെ. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിനായിരുന്നു. അസ്ലം കിസ് കഹാനി കാ പാത്ര ഹെ. അസ്ലം ഏത് കഥയിലെ കഥാപാത്രമാണ്? ദുഃഖാണോ, അപരാധാണോ, അനുതാപാണോ? തീർച്ചയായിട്ടും ഏതാണ്? യെസ്, അനുതാപ്. അനുതാപ് എന്ന ലഘുകഥയിലെ കഥാപാത്രമാണ് അസ്ലം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം, അസ്ലം അബ് നഹി ആയേഗാ. അസ്ലം ഇനി വരില്ല. നയേ റിക്ഷേവാലനെ കിസ് സേ കഹാ. നയേ റിക്ഷേവാല, പുതിയ റിക്ഷാക്കാരൻ ഈ ഒരു കാര്യം കിസ് സേ കഹ, ആരോടാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ക്യോം, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇനി അസ്ലം വരില്ല എന്ന് പുതിയ റിക്ഷാക്കാരൻ പറഞ്ഞത്? അത് ആരോടാണ് പറഞ്ഞത് എന്നതാണ് ചോദ്യം. 2 മാർക്കിന്റെ ചോദ്യം. നോക്കാം. നയേ റിക്ഷേവാലനെ യാത്രി സേ കഹ. പുതിയ റിക്ഷാക്കാരൻ യാത്രക്കാരനോടാണ് ഈ കാര്യം പറഞ്ഞത്. അസ്ലം ഇനി വരില്ല എന്ന കാര്യം പുതിയ റിക്ഷാക്കാരൻ യാത്രക്കാരനോടാണ് പറഞ്ഞത്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടാണ് അസ്ലം വരാത്തത്? അസ്ലം കി മൃത്യു ഹുയി ഹേ. അസ്ലമിന്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാ അവൻ മരിച്ചത്? ഉസ്കെ ദോനോം ഖുർദോമേം. ഉസ്കെ ദോനോം ഖുർദോ, അവന്റെ 2 കിഡ്നിയും അല്ലേ? ഖുർദോം എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നി അല്ലേ? ഖരാബി ചീ, ഫെയിലിയർ ആയിരുന്നു. 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു, 2 കിഡ്നിയും തകരാറിലായിരുന്നു. അതുകൊണ്ട് അവൻ മരണപ്പെട്ടു. ഇനി അവൻ വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏത്? ഉസ്കെ ദോനോ ഖുർദോം ഖരാബി ഥീ. അവൻ്റെ 2 കിഡ്നിയും തകരാറിലായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് ഇതുകൂടാതെ വേറെ രൂപത്തിലൊക്കെ ചോദിക്കും. ഇനി അടുത്തത്, यात्री को शौक सा लगा. असलम की मृत्यु की खबर सुनकर नए रिक्शे वाले और यात्री के बीच की बातचीत लिखे. യാത്രക്കാരന് ഒരു ഷോക്കേറ്റ പോലെ തോന്നി. അസ്ലമിന്റെ മരണവാർത്ത കേട്ടപ്പോൾ യാത്രക്കാരന് വല്ലാത്തൊരു ഷോക്കേറ്റ പോലെ അനുഭവപ്പെട്ടു അല്ലേ? അസ്ലം കി മൃത്യു കി ഖബർ, അസ്ലമിന്റെ മരണ വാർത്ത. ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂസ്, വാർത്ത. സുൻകർ, കേട്ടപ്പോൾ, നയേ റിക്ഷേവാലെ, പുതിയ റിക്ഷാക്കാരനും യാത്രി കെ ബീച്ച് കി, യാത്രക്കാരനും തമ്മിലുള്ള ബാത്ചീത്ത് ലിഖേം, സംഭാഷണം എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യം എന്ന് പറയുന്നത് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററും അല്ലേ? ചാപ്റ്ററിലുണ്ട് അവരുടെ സംഭാഷണം. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. റിക്ഷാവാല, ബാബുജി ആയിയെ. ആദ്യമായിട്ട് കയറുകയാണ് കേട്ടോ ആ പുതിയ റിക്ഷാക്കാരൻ്റെ വാഹനത്തിലേക്ക്, ആ റിക്ഷയിലേക്ക് ബാബുജി, അതായത് യാത്രക്കാരൻ കയറാണ്. ബാബുജി ആയിയെ, ബാബുജി വന്നാലും. മേം ദഫ്തർ പഹുഞ്ചാ ദേത്താഹൂ, ഞാൻ ഓഫീസിൽ എത്തിച്ചേക്കാം, ഞാൻ താങ്കളെ ഓഫീസിൽ എത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ യാത്രക്കാരൻ, തും കോൻ, നിങ്ങളാരാ? അസ്ലം കിദർ ഹെ, അസ്ലം എവിടെ? അസ്ലം കിദർ ഹെ, അസ്ലം എവിടെ? അപ്പോൾ റിക്ഷാവാല, അസ്ലം അബ് നഹി ആയേഗാ, അസ്ലം ഇനി വരില്ല. അപ്പോൾ യാത്രി, ക്യാ മത്ലബ്, എന്താ നീ ഉദ്ദേശിച്ചേ? ക്യാ മത്ലബ് എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിച്ചേ? അസ്ലം വരില്ല എന്നുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചേ? അപ്പോൾ റിക്ഷാവാല, കൽ രാത് ഉസ്കി മൃത്യു ഹുയി. കൽ രാത്, ഇന്നലെ രാത്രി, ഉസ്കി മൃത്യു ഹുയി, അവന് മരണം സംഭവിച്ചു. അപ്പോൾ യാത്രക്കാരൻ, ബാപ്രേ, ബാപ്രേ എന്ന് പറഞ്ഞാൽ കഷ്ടം, അയ്യോ എന്നൊക്കെ പറയുന്ന കേട്ടോ. കൽ തക് വഹി മുझे ദഫ്തർ പഹുഞ്ചായാ था. കൽ തക്ക്, ഇന്നലെ വരെ, വഹി, അവൻ തന്നെയാണ്, മുझे ദഫ്തർ പഹുഞ്ചായാ था, എന്നെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. ഇന്നലെ വരെ അവനാണല്ലോ എന്നെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. അപ്പോൾ റിക്ഷാവാല,
ഉസ്കെ ഗുർദോമേം ഖരാബി ഥി, അവൻ്റെ കിഡ്നിയിൽ തകരാറുണ്ടായിരുന്നു, കിഡ്നി ഫെയിലിയർ ആയിരുന്നു. ഡോക്ടറിനെ ഉസേ റിക്ഷ ചലാനെ സെ മനാ കർ രഖാ ഥാ, ഡോക്ടർ അവനോട് റിക്ഷ ഓടിക്കുന്നതിനെ തൊട്ട് വിലക്കിയിരുന്നു. റിക്ഷ ചലാനെ സെ, റിക്ഷ ഓടിക്കുന്നതിനെ തൊട്ട് മനാ കർ രഖാ ഥാ, മനാ കർണ എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ് അർത്ഥം. അവനോട് റിക്ഷ ഓടിക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നിട്ടോ ബേചാര, പാവം. ഇത് കേട്ടപ്പോൾ യാത്രക്കാരൻ സങ്കടമായി. ബേചാര, പാവം. അഗർ മുझे പതാ ഹോതാ തോ മേ റിക്ഷേ സെ ഉത്തർ കർ ചൽത്താ, അഗർ ഒരു പക്ഷേ മുझे പതാ ഹോത്താ തോ, എനിക്കറിയുമായിരുന്നുവെങ്കിൽ, അവനിങ്ങനെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉള്ള കാര്യം എനിക്കറിയുമായിരുന്നുവെങ്കിൽ, മേം റിക്ഷേ സെ ഉത്തർ കർ ചൽത്താ, ഞാൻ റിക്ഷയിൽ നിന്നും ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ റിക്ഷാവാല कल आपको दफ्तर पहुंचाकर लौटा तो उसका पेशाब बंद हो गया था. कल ഇന്നലെ ആപ്കോ താങ്കളെ ദഫ്തർ പഹുഞ്ചാക്കർ, ദഫ്തർ അതായത് ഓഫീസിൽ എത്തിച്ചിട്ട് ലൗട്ടാത്തോ തിരിച്ചു വരുന്ന വഴി ഉസ്കാ പേശാബ് ബന്ദ് ഹോ ഗയാ ഥാ, അവൻ്റെ യൂറിൻ തടസ്സപ്പെട്ടു അല്ലേ, മൂത്ര തടസ്സം അനുഭവപ്പെട്ടു. പേശാബ് എന്ന് പറഞ്ഞാൽ യൂറിൻ. അപ്പോൾ മൂത്രയിക്കാൻ ബുദ്ധിമുട്ടായി അല്ലേ. പിന്നെയോ അസ്പതാൽ ലേ ജാത്തെ സമയ, അങ്ങനെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രാസ്തേ മേഹി, വഴിയിൽ വെച്ച് തന്നെ മർ ഗയാ, ആള് മരിച്ചുപോയി. അപ്പോൾ യാത്രി കിത്തിനി ഹംദർദി ഹീനദാസെ മേനെ വ്യവഹാർ കിയ അല്ലേ, കിത്തിനി ഹംദർദി ഹീനത, ഒരു കരുണയുമില്ലാതെ. ഹംദർദി ഹീനത എന്ന് പറഞ്ഞാൽ എന്താ? ഹംദർദ് ഹീനത എന്ന് പറഞ്ഞാൽ ഹംദർദ് ഇല്ലാതെ, കരുണയില്ലാതെയാണ് മേനെ വ്യവഹാർ കിയ, ഞാൻ പെരുമാറിയത്. ഹേ ഭഗവാൻ, ദൈവമേ, മുझे മാഫ് കീജിയെ, എന്നോട് ക്ഷമിച്ചാലും. ഓക്കെ, യെസ്. ഇനി അടുത്തത് മോഡൽ എക്സാം ഫെബ്രുവരി 2024, കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ചോദിച്ച 4ാമത്തെ ചോദ്യം. അനുതാപ് കിസ് വിധാ കി രചന ഹേ, ഇത് ഏത് ടൈപ്പ് ചാപ്റ്റർ ആണ്? ഏതാണ് വിധ? ലഘു കഥയാണ് അല്ലേ. യെസ്, ലഘു കഥയാണ്. ഇത് ഒരു ലഘു കഥയാണ്. അടുത്ത ചോദ്യം എന്താ? അടുത്തത് 9ാമത്തെ ചോദ്യം. ബാബുജി അസ്ലം നെഹി രഹ, ബാബുജി അസ്ലമിന് ഇല്ല. കോൻ കഹത്താ ഹെ, ഇത് ആരാണ് പറഞ്ഞത്? കിസ്സെ, ആരോടാണ് പറഞ്ഞത്? ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും വന്നു, റിപ്പീറ്റ് ചെയ്ത് വന്നു. ആരോടാണ് പറഞ്ഞതെന്നുള്ളത് അല്ലേ. യെസ്, നയേ റിക്ഷേ വാലേനെ യാത്രി ഇസേ കഹത്താ ഹെ, പുതിയ റിക്ഷാക്കാരൻ യാത്രക്കാരനോട് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം നമ്മുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ഫസ്റ്റ് ടൈമിനും അതുപോലെ അതിൻ്റെ മുന്നത്തെ വർഷത്തെ കൊല്ലപ്പരീക്ഷയ്ക്കും മോഡൽ എക്സാമിനും ഫസ്റ്റ് ടൈമിനും അങ്ങനെ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിവിടെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറയാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. PYQs മാത്രമല്ല, എല്ലാ ചാപ്റ്ററും നമ്മൾ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.